തുടച്ചിടുമേ, കരുണയിൻ കരം നീട്ടിടുമേ. എൻ്റെ കാൽവറി നായകനേശു മതി എൻ്റെ പാപങ്ങളകറ്റിടുവാൻ. എൻ്റെ കാൽവറി നായകനേശു മതി എൻ്റെ പാപങ്ങളകറ്റിടുവാൻ. എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. തൻ്റെ മാധുര്യമേറിടും നാമമത് സ്തുതിഗീതങ്ങൾ പാടിടും ഞാൻ. തൻ്റെ മാധുര്യമേറിടും നാമമത് സ്തുതിഗീതങ്ങൾ പാടിടും ഞാൻ. എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. അവർക്കും സ്നേഹവന്ദനം. ഷെപ്പേഡ് ഹാർപ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായിട്ട് നൽകി തന്നു. ഇന്ന് പകൽക്കാലത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് ഒരു തിരുവചന ഭാഗം ഞാനിവിടെ വായിക്കുന്നു. ഹബക്കൂക്കിൻ്റെ പ്രവചന പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം, അത് വരും നിശ്ചയം താമസിക്കുകയുമില്ല. വളരെ സുപരിചിതമായ ഒരു തിരുവചന ഭാഗമാണ് ഇന്ന് രാവിലെ നമ്മൾ വായിച്ച് കേൾക്കുവാനിടയായി തീർന്നത്. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾക്ക് ദർശനത്തിന് ദൈവം ഒരു അവധി വച്ചിരിക്കുന്നു. അവധി എന്നുള്ള പദത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പദം അപ്പോയിന്റഡ് ടൈം എന്നാണ്. അപ്പോയിന്റഡ് ടൈം, നിശ്ചയിക്കപ്പെട്ട ഒരു തീയതി ദർശനത്തിന് വെച്ചിരിക്കുകയാണ്. നമ്മൾ ദൈവസന്നിധിയിൽ പല വിഷയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് വചനം നമ്മൾ പഠിപ്പിക്കുന്നത് there is an appointed time for everything. എല്ലാത്തിനും ദൈവം നിശ്ചയിക്കപ്പെട്ട ഒരു തീയതി വെച്ചിരിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ലോകത്തിൽ നമുക്കുള്ള കലണ്ടർ നോക്കിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ വാച്ച് നോക്കി നമ്മൾ സമയം മനസ്സിലാക്കുന്നു, ക്ലോക്ക് നോക്കി നമ്മൾ സമയം മനസ്സിലാക്കുന്നു. അപ്പം കലണ്ടർ നോക്കി ദിവസങ്ങൾ മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് മറുപടി നൽകുന്നത് സ്വർഗത്തിലെ ഘടികാരത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിലെ സമയത്തിനനുസരിച്ചാണ്. ആ സമയത്തിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം കൈറോസ് എന്നാണ്. കൈറോസിൻ്റെ അർത്ഥം ദൈവികമായ സമയമെന്നാണ്. പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു സന്ദേശം എനിക്ക് കൈമാറാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ, ദൈവം നിങ്ങളോട് കൈമാറിയ ദൂതുകൾക്ക് അത് പൂർത്തീകരണത്തിലേക്ക്, നിവർത്തീകരണത്തിലേക്ക് വരുവാൻ ദൈവം കൃത്യമായി ഒരു ഡേറ്റ് കുറിച്ച് വെച്ചിട്ടുണ്ട്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം 400 വർഷം കഴിയുമ്പോൾ മിസ്രൈമിലെ പ്രവാസത്തിൽ നിന്നും അവർക്കൊരു വിമോചനം ഉണ്ടാകുമെന്ന് ദൈവം ഒരു ഡേറ്റ് കുറിച്ച് വെച്ചിരുന്നു. 70 വർഷം കഴിയുമ്പോൾ ബാബിലോണിയ പ്രവാസത്തിൽ നിന്നും അവർക്കൊരു വിടുതൽ ഉണ്ടാകുമെന്ന് കർത്താവ് ഡേറ്റ് കുറിച്ച് വെച്ചിരുന്നു. അബ്രഹാമിൻ്റെ കുടുംബജീവിതത്തിൽ ഒരു തലമുറയെ ദൈവം നൽകുവാൻ 25 വർഷത്തെ ഗ്യാപ്പ് കർത്താവ് കുറിച്ച് വെച്ചിരുന്നു. യോസഫിനോടുള്ള ബന്ധത്തിൽ തൻ്റെ വാഗ്ദത്തം നിറവേറേണ്ടതിന് 13 വർഷം കാലാവധി ദൈവം കുറിച്ച് വെച്ചിരുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവം നൽകിയ ദർശനത്തിന് ഒരു തീയതി കർത്താവ് കുറിച്ച് വെച്ചിരിക്കുകയാണ്. ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു, അതതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വൈകിയാലും വരും നിശ്ചയം, അതിനായി തന്നെ കാത്തിരിക്കുക. ഈ പ്രഭാതത്തിൽ ഈ തിരുവചനത്തിന് മുൻപായി നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മളോട് ദൈവം നൽകിയിട്ടുള്ള ദൈവിക സന്ദേശങ്ങൾ, അരുളപ്പാടുകൾ, വാഗ്ദത്തങ്ങൾ തക്ക സമയത്ത് ദൈവത്തിൻ്റെ സമയത്ത് നിവർത്തിച്ച് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം പങ്കുവയ്ക്കുവാൻ കർത്താവ് നൽകിയ ഈ നല്ല അവസരത്തിനായി നന്ദി.
ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അതതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വൈകിയാലും വരും നിശ്ചയം അവനായി കാത്തിരിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി തക്ക സമയത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മുടങ്ങിക്കിടക്കുന്ന ചില വാഗ്ദത്തങ്ങൾ, അടഞ്ഞിരിക്കുന്ന ചില വഴികൾ ഈ നാളുകളിൽ തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം തുറക്കേണ്ടതിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവജനത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.